എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബംഗാളി സ്വീറ്റായ രസഗുള്ളയാണ്. ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലുകൊണ്ടാണ് രസഗുള്ള ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പാലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളപ്പിച്ചിട്ട് പാല് പിരിച്ച് നമുക്ക് പനീർ ഉണ്ടാക്കണം. ആദ്യം പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 സ്പൂൺ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുത്തു. ഇനി പാല് ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് പിരിയാൻ തുടങ്ങി. അഥവാ പിരിഞ്ഞിട്ടില്ലെങ്കിൽ 1-2 ഡ്രോപ്പും കൂടി വൈറ്റ് വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് ഒരുവിധം നന്നായിട്ട് പിരിഞ്ഞ് വെള്ളം വേറെ ആയിട്ടുണ്ട്. പാല് നന്നായി പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ പിരിഞ്ഞ് കിട്ടണം ആദ്യം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പനീറൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ജ്യൂസ് അരിക്കണ അരിപ്പയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പനീർ അരിച്ചിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന വെള്ളം നമുക്ക് ആട്ട കുഴയ്ക്കാനും മറ്റ് കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പനീർ നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വിനീഗറാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. എടുത്ത ശേഷം നന്നായിട്ട് അമർത്തി അതിനെ നമുക്ക് പരമാവധി വെള്ളം കളയാൻ നോക്കുക. നല്ലോണം അമർത്തി കൊടുക്കുക. നല്ലോണം കൈ കൊണ്ട് അമർത്തിയാൽ മതി. അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ പനീർ നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ടു. ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ കുഴക്കുന്ന കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്. അതേപോലെ നിങ്ങൾ സമയം നോക്കിക്കോളൂ. ഒരു 15 മിനിറ്റ് നന്നായി കുഴച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. നമുക്ക് നല്ലോണം ഉരുട്ടി ക്രാക്കില്ലാതെ ഉരുട്ടി രസഗുള്ള ഉണ്ടാക്കാൻ പറ്റണ ആ ടെക്സ്ചർ വേണമെങ്കിൽ ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 15 മിനിറ്റ്. ഇപ്പം ഞാൻ കുഴച്ച് തുടങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറി നമുക്ക് പനീറിൻ്റെ. ഇനി നമുക്ക് ഇതൊന്ന് ഓരോ പീസ് എടുത്തിട്ട് ഉരുളകളാക്കാം. ഓരോ പീസ് എടുത്ത് നല്ലോണം കയ്യിൽ ഉരുട്ടി തീരെ ക്രാക്കില്ലാതെ ഉരുട്ടണം. അപ്പോൾ 2 മിനിറ്റോളം നല്ലോണം ഉരുട്ടി നല്ല ബോൾ പോലെ ആക്കാം. ഇതേപോലെ നല്ല ക്രാക്കില്ലാത്ത ബോളുകൾ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയത് 8 ബോളുകളാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് 8 ബോളുകൾ ഉണ്ടാക്കാൻ പറ്റി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായി ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ്, ഇതൊരു 100 ml കപ്പാണ്. 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം തീരെ കുറയരുത്. 4-5 കപ്പ് ഒഴിക്കാം. നന്നായി തിളച്ച് പറ്റും. അപ്പോൾ സ്റ്റൗ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ആദ്യം അലിയിച്ചെടുക്കണം. പഞ്ചസാര ലൈൻ നല്ലോണം മെൽട്ടായി നമുക്ക് സ്റ്റൗ ഹൈയിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. പഞ്ചസാര ലൈനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് പനീർ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഒട്ടും കുറയ്ക്കരുത്. നല്ല ഹൈയിലായിരിക്കണം. ഇനി നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഈ ഷുഗർ സിറപ്പ് ബോൾസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 8 മുതൽ 9 മിനിറ്റ് വരെ നല്ലോണം തിളയ്ക്കണം കേട്ടോ. അപ്പോൾ രസഗുള്ള തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 6 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ രസഗുള്ള നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് 2 മിനിറ്റോളം നമുക്ക് തിളപ്പിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് നേരം തിളപ്പിക്കുമ്പോൾ സ്റ്റൗ മീഡിയത്തിലേക്ക് ആക്കുക. അതുപോലെ 1 സ്പൂൺ കൊണ്ട് നമുക്ക് പഞ്ചസാര ലായനി ഓരോ രസഗുള്ളയുടെ മുകളിലേക്കും ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ രസഗുള്ള നല്ല പാകമായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് രസഗുള്ള ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അടച്ച് 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടച്ചിട്ട് ഞാൻ 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കട്ടെ. മണിക്കൂർ കഴിഞ്ഞു. രസഗുള്ള തയ്യാറായി. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ? രസഗുള്ള നല്ല സോഫ്റ്റായ രസഗുള്ളയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്